അവസാനമായി പൊന്നാനിയിലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ നല്ല പ്രാസംഗികനാണ്, കവിത ചൊല്ലാറുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ചൊല്ലാൻ കഴിയുന്നതിൽ കവിത പറ്റിയ സമയ ഇപ്പം എന്താ എനിക്ക് ഓർമ്മ വരുന്നത്? ഇപ്പം എനിക്ക് എന്തായാലും ഉറുദു വരികളൊക്കെ മനോഹരമായി ചൊല്ലാറുണ്ടല്ലോ. ഏയ് चलते चलते रुक जाने की आदत सी हो गई. നടന്നിങ്ങനെ പോകുമ്പോൾ ചലത്തെ റുക്ക് ജാനേക്ക് ഇടയ്ക്കൊന്ന് നിൽക്കണം, നിന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അതൊരു പതിവായി പോയി എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കണം. ഇലക്ഷൻ കാലത്തേക്ക് ഇതാ അന്നത്തെ ചൂട്, ശുഷ്കാന്തി, 2 മാസം ഓട്ടം പാച്ചിൽ, നമ്മുടെ ജനങ്ങൾ നൽകിയ സ്നേഹം, ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കണം. വിശ്വസിക്കാൻ കഴിയാത്തൊരു ഭൂരിപക്ഷം നൽകിയിരിക്കണം നമ്മുടെ ജനങ്ങൾ. നമ്മുടെ ഒരു കാൽക്കുലേഷനും നമ്മൾ കൂട്ടിയിട്ടും ഇവിടെ എത്തിയിരുന്നില്ല. അപ്പോൾ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നതൊക്കെ ജനങ്ങളുടെ സ്നേഹമാണ്. അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. പൊന്നാനിയിലെ ഈ തവണയുടെ വിജയം പൊന്നാനി മണ്ഡലത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിജയമാണ്. അതിൽ വേറൊരു സംഗതി കൂടി എനിക്ക് ചേർത്ത് പറയാനുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താ, അതിനൊരു വാല്യൂ ഉണ്ട്, ഓരോന്നിനൊരു വാല്യൂ ഉണ്ട്. 5 കൊല്ലത്തിലൊരിക്കൽ വരുന്ന രാജ്യത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനുള്ള ഒരു നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുന്ന പൗരാവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സമ്മതിദാനാവകാശം. അത് അവിടെ കിട്ടുന്നൊരവസരമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെങ്ങനെ കണ്ടു നമ്മളെ റിസൾട്ട് വെച്ച് ഇങ്ങനെ പരിശോധിച്ചാൽ ഉത്തരേന്ത്യയിലടക്കം കണ്ടില്ലേ കോൺഗ്രസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന തേരോട്ടം. കോൺഗ്രസ്സിനൊപ്പം ഇന്ത്യ അലയൻസിലെ നമ്മുടെ മറ്റ് മതേതര കക്ഷികൾ, ഇതൊരവസരമാണ്. അത് കിട്ടിയപ്പോൾ അതിനുപയോഗിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ദേശീയ രാഷ്ട്രീയം പറഞ്ഞു. അന്നും താങ്കൾ എന്നെ പലതവണ കണ്ടിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ദേശീയ രാഷ്ട്രീയം ജനങ്ങൾക്കത് മനസ്സിലാവും. ഇതെന്താണ്, ഇത് ഇലക്ഷനാണ്, ഇത് ചുക്കാണോ ചുണ്ണാമ്പാണെന്നൊന്നും അറിയാത്തവരല്ല നമ്മുടെ നാട്ടുകാരായ ജനങ്ങൾ. അവരടുത്ത് പോയിട്ട് ദേശീയ രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല, ഒരു രാഷ്ട്രീയം ഇല്ല, വേറെ ഓരോരോ ബാലിശമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തിരസ്കരിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് പൊന്നാനി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഈ വലിയ രാഷ്ട്രീയം പറയുന്ന ബുദ്ധിജീവികൾ, നേതാക്കൾ, അവരെക്കാളൊക്കെ എത്രയോ പ്രബുദ്ധരാണ് ഇവിടുത്തെ ജനം. അതീപ്പോൾ പൊന്നാനി മാത്രമല്ല, ടോട്ടൽ ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്താൽ അവർക്ക് തീരുമാനമുണ്ട്. അവർക്ക് എല്ലാ കാര്യത്തെപ്പറ്റിയും ഇപ്പോൾ നിങ്ങളിങ്ങനെ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾ അവിടെ ചാനലിലൊക്കെ പറയുന്നത് ഇതേ വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അരുൺകുമാറൊക്കെ അതായത് ജനങ്ങളുടെ അവർക്ക് തീരുമാനമുണ്ട്, എല്ലാ കാര്യത്തിലും തീരുമാനമുണ്ട്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ബോധത്തെ, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പരിഹസിച്ചാൽ അവർ കുറച്ചുകൂടി ശക്തിയായിട്ട് തിരിച്ചടിക്കും. അതോടൊപ്പം തന്നെ രാജ്യത്ത് വിജയിച്ചു വന്ന 24 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എംപിമാരാണുള്ളത്. അതിൽ 3 ജനപ്രതിനിധികളെ സംഭാവന ചെയ്ത് മുസ്ലിം ലീഗാണ്. ആ നിലയിൽ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം പ്രാധാന്യമേറുന്നുണ്ട് അല്ലേ? അല്ല, ലീഗ് എപ്പോഴും ചെയ്തത് എന്താ? ലീഗ് ചെയ്തത് ഒരു മതേതര രാഷ്ട്രീയത്തിലൂടെ ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിച്ച്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു നാണയത്തിൻ്റെ 2 വശമാണ് രാഷ്ട്രധർമ്മവും പൗരധർമ്മവും എന്ന് വിശ്വസിച്ച് ന്യൂനപക്ഷ സുരക്ഷയും. രാഷ്ട്രധർമ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് ന്യൂനപക്ഷ സുരക്ഷ. ലീഗ് എപ്പോഴും പറയുന്നതാണ്. പിന്നോക്ക വിഭാഗങ്ങളെല്ലാവരും അത് ഇവിടെ നടക്കേണ്ടത് മതേതരത്വത്തിലൂടെയും സമുദായങ്ങളുടെയൊക്കെ ഒരു സമവാക്യമുണ്ട് ഇവിടെ. നമ്മുടെ രാജ്യം കണ്ടോ, ആ ഉത്തരേന്ത്യക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്ന ഊർജ്ജത്രയാണ്. നമ്മുടെ ഇന്ത്യ മതേതരമാണ്, ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ് എന്ന് വിളിച്ചു പറയാണ് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ വരെ. അതാണ് 75 കൊല്ലത്തെ ലീഗിൻ്റെ രാഷ്ട്രീയം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെട്ട ഏറ്റവും ശക്തമായ വിജയകരമായ ഒരു പരീക്ഷണമാണ് ലീഗിൻ്റെ രാഷ്ട്രീയം. അതിനൊക്കെ ഇങ്ങനെ ഈ ചെറിയ എന്താ പറയുക, ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച് വന്ന തുവര പോലുള്ള ചില സംഗതികൾ വന്നിട്ട് വലിയ വടവൃക്ഷത്തിൻ്റെ തേക്ക് മരത്തെയൊക്കെ ഇങ്ങോട്ട് വെല്ലുവിളിക്കാൻ വന്നാൽ ആ കിടക്കണമെന്ന് പറയും. അപ്പോൾ ലീഗിനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലീഗിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പും തെളിയിച്ചിട്ടുണ്ട്. കാരണം ലീഗ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ ഒരു ശക്തമായ ഘടകമാണ്. നമ്മൾ എപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെയുള്ള നമ്മുടെ നിപ്പിന് തന്നെ വലിയ അർത്ഥ തലങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ധർമ്മം തന്നെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ലീഗ് നിൽക്കുന്നത്. ലീഗിൻ്റെ നിലപാടാണത്. കടപ്പുറത്ത് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാനുണ്ടാ വേദിയിൽ. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ലീഗിൻ്റെ നിലപാടാണ് കോൺഗ്രസിൻ്റെ കൂടെയുള്ള നിപ്പ്, നിലപാടാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. ആ നിലപാടിനെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്നത് വളരെ പ്രതിലോമപരമാണ്. അതൊരു പിന്തിരിപ്പൻ ഏർപ്പാടാണ്. അവരൊന്നും നേടില്ല. നേടിയ ചരിത്രം
ഉണ്ടായിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. അതിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും അത് തന്നെയാണ്. വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൻ്റെ ശേഷം അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുകയായിരുന്നു. ലോക്സഭാ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്നൊരു ജനപ്രതിനിധിയായി തന്നെ മാറുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ സമദാനി റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ താനൂർ.